ഹായ് വ്യൂവേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അമ്മയുണ്ടല്ലോ കൂടെ, അപ്പോൾ അമ്മയെ കൊണ്ട് നമുക്കൊരു ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കിക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് കുറച്ച് ദിവസം വെച്ച് യൂസ് ചെയ്യത്തക്ക വണ്ണം പെട്ടെന്ന് ചീത്തയാകാത്ത വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം വീഡിയോ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കാം. ഇഞ്ചിക്കറി ആവശ്യമായിട്ടുള്ള ചുമന്നുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിടാം. ചുവന്നുള്ളി പിന്നെ പച്ചമുളകും തേങ്ങായും എല്ലാം വേറെ വേറെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നല്ലോണം വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. ഇത് ഒരാഴ്ച വരെ നമുക്ക് കേട് കൂടാതെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാം. ഇല്ലേ? ഇന്നത്തെ കുക്ക് അമ്മയാണ്. അമ്മയുടെ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരാഴ്ച വെച്ച് കൂട്ടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കറി വെക്കാനുള്ള ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞു, ചുവന്നുള്ളി, പച്ചമുളകും തേങ്ങാക്കൊത്തും ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി എല്ലാം വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ട് മതി. എണ്ണ ചൂടായി നമുക്ക് കുറേശ്ശെ ഇഞ്ചി ഇട്ട് വറുത്തെടുക്കാം. കുറേശ്ശെ എല്ലാം മൊത്തം ഇഞ്ചി കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി നല്ലോണം മൂപ്പിച്ചെടുക്കണം. കളറ് ബ്രൗൺ കളർ ആവുന്ന വരെ. അപ്പം പിന്നെ ഇഞ്ചി മൂക്കട്ടെ. ഇഞ്ചി മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ. ഇഞ്ചി നമ്മുടെ മൂത്തിട്ടുണ്ട്. ഇനി അത് മൂത്ത് കോരാൻ പോവാണ്. പാത്രം എടുത്തോ. ഇഞ്ചി നമ്മൾ മൂത്ത് കോരി ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ചുമന്നുള്ളിയും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഇടാം. തേങ്ങ മൂത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് കോരിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി നല്ല ബ്രൗൺ നിറമാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അത് അമ്മ എടുത്തങ്ങ് വെച്ചു. ഞാൻ വീഡിയോ എടുത്തില്ല. ഇത് 3 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി
പിന്നെ അത് കലക്കാനായിട്ട് നമ്മൾ കുറച്ച് പുളിയും കൂടെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്, പുളിയും ഉപ്പും കൂടെ. ഇനി അത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണം. പുളിയും കൂടെ കലക്കി വെള്ളത്തിൽ നല്ലോണം കലക്കി നമുക്ക് ആ പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് പുളിവെള്ളം അങ്ങനെ നമ്മുടെ ചുമന്നുള്ളിയും മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിനെ കോരി പാത്രത്തിലോട്ടാക്കി വെക്കാം. ഇഞ്ചിയുടെ കൂടെ എടുക്കണം, ഇഞ്ചിയുടെ കൂടെ അത് രണ്ടും കൂടെ നമുക്ക് പിന്നെ പൊടിച്ചെടുക്കണം. അതുകൊണ്ട് ഇഞ്ചിയുടെ കൂട്ടത്തിൽ നമുക്ക് ചുമന്നുള്ളിയും കൂടെ കോരി വെക്കാം. വെച്ചേക്കുന്ന പൊടികൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ അതിനകത്ത് ചേർക്കാം. ഉപ്പ് ചേർക്കണ്ടായോ? ഇതിനകത്ത് ഉപ്പുണ്ട് പുളിവെള്ളത്തിനകത്ത്. നമുക്ക് ഇത്രയും കായം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇഞ്ചി പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് മൂക്കിലോട്ട് കയറുന്നു, തുമ്മാൻ വരുന്നു. ഇത് ഈ പുളിയും വെള്ളവും മുളക് പൊടിയും എല്ലാം കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്നതും ഇട്ട് തേങ്ങ കൊത്തും കൂടെ ഇട്ട് ഇളക്കി പറ്റിച്ച് നല്ല എണ്ണ തെളിയുന്ന പോലെ എണ്ണ മേളി തെളിഞ്ഞ് വരത്തക്കോണ്ട് നമുക്ക് പറ്റിച്ചെടുക്കാം. ഇപ്പം നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം, പുളിവെള്ളം. നമുക്കിനി ഈ പൊടിച്ച് വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ഇടാം. പലരും പല രീതിയിലുണ്ടാക്കും, ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും, ഞാൻ വേറെ രീതിയിലുണ്ടാക്കും. ഇത് അമ്മയുടെ രീതി. നമ്മൾ ഇത്രയും മെനക്കെടാറില്ല. വറുത്ത് കോരി ഇങ്ങനെ പെട്ടെന്ന് പുളിവെള്ളത്തിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കലക്കിയും വെക്കത്തേ ഉള്ളൂ. വറുത്തൊന്നും എടുത്തില്ല ഞാൻ. ഇത് അമ്മ വെക്കുന്നത്. ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കുറേശ്ശെ എടുത്ത് കഴിക്കാൻ പറ്റും. പലരും പല രീതിയിലല്ലേ. ഞങ്ങൾ ശർക്കരയൊന്നും എടുത്തില്ല. ചിലരാണെങ്കിൽ ശർക്കരയൊക്കെ ഇട്ടുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിന് അങ്ങനെ ശർക്കരയൊന്നും ഇടത്തില്ല. ഞാൻ കായം ചേർക്കത്തില്ല. അമ്മയുടെ ഇഞ്ചിക്കറിക്ക് കായമൊക്കെ ചേർക്കും. അപ്പോൾ നമുക്കിനി ഇതിനെ നല്ലോണം തിളച്ച് പറ്റിച്ചെടുക്കണം. പറ്റിച്ച് എണ്ണ മേളി തെളിയത്തക്കോണം വരണം. അപ്പം നമ്മൾ തിളപ്പിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്, മറ്റേ പാത്രത്തിൽ നിന്ന്. അത് പൊടി വറക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം എടുത്തത്. നമുക്ക് ഇതിനകത്ത് നല്ലോണം തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. അങ്ങനെ നല്ലോണം തിളച്ച് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. ബാക്കി വരുന്നത് നമുക്ക് കുപ്പിക്കകത്തൊഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ 2 ദിവസം പുറത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മതി, കേടൊന്നും ആവത്തില്ല. അപ്പം വീട്ടിൽ ഒരുപാട് ഇഞ്ചിയൊക്കെ ഉള്ളവർ ഇങ്ങനെ ഇഞ്ചിക്കറി ഒന്ന് വെച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.